ഇടയ്ക്ക് ഒരു ലേഡി യൂട്യൂബർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കാറിലിരുന്ന് റീൽസ് ഇട്ടപ്പോൾ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടെന്നും പറഞ്ഞിട്ട് അതിനൊരു എന്താ പ്രതികരിക്കാറുള്ളത്? സീറ്റ് ബെൽറ്റ് പിന്നെ മാറ്റാതെ തലയെ കൊണ്ടിടാൻ പറ്റുമോ? ഇങ്ങനെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇന്നലെ കൊല്ലത്ത് രേണുസുതി ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലം കുണ്ട്രയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം ആ ഉദ്ഘാടന സ്ഥലത്ത് വെച്ചിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിച്ച് ഈ സുധിയുടെ, അതായത് കൊല്ലം സുധിയുടെ വീട്ടിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പം രേണു പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതങ്ങ് വേറെ സ്ഥലത്താണ്, അത് മാത്രമല്ല ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ സുധിച്ചേട്ടൻ്റെ വീട്ടിലോട്ടെന്ന്. അതായത് കുണ്ട്രയിൽ നിന്ന് ഈ പറയുന്ന കൊല്ലം സുധിയുടെ സ്ഥലം എനിക്ക് ഒന്ന് പോളയത്തോടാന്ന് തോന്നുന്നു, കൊല്ലം പോളയത്തോട്, അവിടെ വരെ മാക്സിമം പോയി കഴിഞ്ഞാൽ 13 കിലോമീറ്ററേ ഉള്ളൂ. അതിന് രേണു പറയണത് അത് ഭയങ്കര ദൂരമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന്. അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും ആ വീടുമായിട്ട് രേണുവിന് യാതൊരുവിധ ബന്ധമില്ലെന്ന്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. കൊല്ലം സിറ്റിയിലാണ്. ഞാനിപ്പോ വെളുപ്പിന് വന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിയില്ല, പോത്തില്ലായിരിക്കും. എല്ലാരും ഉള്ളപ്പോ തന്നെ പറഞ്ഞു എങ്ങനെ ഇതിനെ കൂടെ കൊണ്ടുവരാൻ സംഭവമാണ്. മോനില്ല തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ കുറെ ദൂരമുണ്ട്. നാളെ എനിക്ക് തൃശ്ശൂർ പോകണം രാവിലെ. അതിൻ്റെ ക്ഷീണമായിട്ട് രേണു ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകളും ധരിക്കുന്നതിനെക്കാട്ടി ഭംഗിയുള്ളൊരു വേഷം തന്നെയാണ് ഈ ഒരു സാരി. എന്തായാലും രേണുവിൻ്റെ ആൻസർ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് എന്ന്. ഇവർക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ആ ഒരു വീട്ടുകാരോടില്ല. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. ഇപ്പം രേണുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവരെ, അതായത് ഈ സ്ത്രീ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സൂപ്പറാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് അന്ധത ബാധിച്ച ആൾക്കാരുണ്ട്. നീയൊക്കെ ഇനിയെങ്കിലും കണ്ണ് തുറന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. എന്തായാലും തീർന്നിട്ടില്ല, ഇനിയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്. നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ച ദിവസം ഇവർക്ക് ഓർമ്മയില്ലെന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിനകത്തൊക്കെ ഒരു പോസ്റ്റായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കാര്യം ആ വീഡിയോ എടുക്കുന്ന വ്യക്തി ചോദിച്ചപ്പോൾ രേണുവിൻ്റെ മറുപടി കേട്ടില്ലേ, നമ്മൾ നല്ല കാര്യങ്ങളല്ലേ ഓർത്ത് വെക്കേണ്ടതെന്ന്, മോശ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കരുതെന്ന്. അതായത് സുധി മരിച്ച ഡേറ്റിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, അതിനെപ്പറ്റി അവർക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ല. അതായത് സുധി മരിച്ചിട്ട് എന്തോ 10-15 വർഷം കഴിഞ്ഞ് എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവിടെ സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് പോലും ഓർമ്മയില്ല എന്ന് പറയുമ്പം ആ ഭർത്താവിനോട് നിങ്ങൾക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെയാണോ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ യാതൊരു വിധ താല്പര്യമില്ലെന്ന്. നിങ്ങൾക്ക് അയാളുടെ പേര് വെച്ചിട്ട് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ അയാൾ മരിച്ചുപോയ ഡേറ്റ് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ അയാൾ മരിച്ചുപോയി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ ദിവസം നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാ. അലിൻ ജോസ് പെരേരയും വിളിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിയും ബഹളവും ഒക്കെ. ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാതെ അത്രയോ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല, അത്രയോ. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എന്ന് പറയുന്നത്. കഷ്ടം തന്നെ. ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം. എല്ലാവർക്കും മരണം ഉള്ളതാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ദിവസം ഓർമ്മിക്കുക തന്നെ ചെയ്യും, അല്ലേ? ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നങ്ങ് അഭിനയിക്കുവാണ്. ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പം വന്നിരുന്ന് അത് ന്യായീകരിക്കുവാണ്. ഇനി തിരിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടനെ അവരെ കണ്ട അടുത്ത മാർഗമാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഞാൻ ഒരു മനുഷ്യരെ ഓർത്ത് വയ്ക്കാറില്ലെന്ന്. കഷ്ടം തോന്നുന്നു നിങ്ങളുടെ അടുത്ത്. ഇനി ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ഇവർ കാറിനകത്തിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു ലേഡി യൂട്യൂബർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കാറിലിരുന്ന് റീൽസ് ഇട്ടപ്പോൾ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടെന്നും പറഞ്ഞിട്ട് അതിനൊരു എന്താ പ്രതികരിക്കാറുള്ളത്? സീറ്റ് ബെൽറ്റ് പിന്നെ മാറ്റാതെ തലയെ കൊണ്ടിടാൻ പറ്റുമോ? ഇങ്ങനെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. നല്ല ന്യായീകരണം. ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. ഞാനും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ ഓൾറെഡി തന്നെ നല്ല രീതിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് നല്ല റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കാറിലിരുന്ന് അന്ന് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഏതൊരു മനുഷ്യന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയും അതിനൊന്നും വന്ന് ന്യായീകരിക്കില്ല രേണു പറഞ്ഞിട്ടുണ്ടല്ലോ, സീറ്റ് ബെൽറ്റ് പിന്നെ എങ്ങനെയാണ് ഇടേണ്ടത്, തലയിൽ കൂടാണോ ഇടേണ്ടത്. അതായത് പിന്നെയും പുള്ളിക്കാരത്തി ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ
വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിതൊന്നും ചേഞ്ച് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് മനസ്സിലായി ഇവർക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയാണ്. അതായത് ഇങ്ങനെയുള്ള കുറേ കൂതറ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എക്സിസ്റ്റൻസ് ഉള്ളതെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നടന്ന് കാണിക്കുന്നത്. അപ്പൊ എന്നെ പറ്റി പറയുന്നവരോ എല്ലാം ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ അവർ പറയത്തില്ലല്ലോ. നേരിട്ട് കാണുമ്പോൾ എനിക്കിപ്പോ അവരെ ചെന്ന് തല്ലാൻ പറ്റും, പിടിക്കാൻ പറ്റും, ഇടിക്കാൻ പറ്റും. ഇല്ല, പിണക്കൊന്നുമില്ല. എനിക്ക് ആരോടും പിണക്കില്ല. ഇപ്പൊ ഈ ഷഫീന ബീവി ഒക്കെ ആണെങ്കിൽ എന്നെ പരത്തെറിയാന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലെ എനിക്ക് അവരോട് ആരോടും പിണക്കില്ല. അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തട്ടെ. പറഞ്ഞത് കേട്ടല്ലേ, രേണുസുതിക്ക് ഒരു മനുഷ്യരോടും പിണക്കമില്ല. പ്രത്യേകിച്ച് ഷഫീന ബീവിയോടെ പോലും ഒരുവിധ പിണക്കമില്ല. അതായത് വിശാലഹൃദയനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കണക്കാണ് എനിക്കിത് കേട്ടപ്പം തോന്നിയത്. ഇവർക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി ഇടുന്നതും? ഈ ഷഫീന ബീവിയെ പറ്റിയിട്ട് ഇവർ 1-2 സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. അത് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. ഇവർക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ. അതേപോലെ തന്നെ കമൻസിൻ്റെ കാര്യം, എന്തോരം നെഗറ്റീവ് കമൻറ്റുകളാണ് ഇവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഇവർക്ക് ഇതൊന്നും യാതൊരുവിധ പ്രശ്നമില്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവർക്ക് വിടാം. പക്ഷെ ഇവരെന്തോ ചെയ്യുന്നത്, അതിനെയൊക്കെ പിന്നെയും എടുത്ത് വെച്ച് 10 പേരെയും കൂടെ കാണിച്ച് അത് വിവാദം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണ് രേണു. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ലെവൽ കുറയുന്നില്ല, അത് കൂടി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഉയരങ്ങളിൽ രേണു എത്തി എന്ന് പറയുന്നു. എത്ര എവിടെ എത്തിയാലും ആളുടെ താഴ്ചയാണ്. അദ്ദേഹം വലിയൊരു കലാകാരനാണ്. ഇത്ര അടുത്തെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം വലിയൊരു കലാകാരനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുകളിലോട്ടൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും രേണു മറന്നു പോകുന്നുണ്ട്. കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരാളുണ്ടായതുകൊണ്ടാണ് എന്നെ 10 പേര് തിരിച്ചറിയാൻ തുടങ്ങിയതെന്ന് പലവട്ടവും നിങ്ങളത് മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ കുറേ നാളുകളായിട്ട് ആ ഒരു മനുഷ്യൻ്റെ പേര് വെച്ചിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഇനി പോരാഞ്ഞിട്ട് നിങ്ങളിപ്പം പുതിയൊരു കല്യാണം കൂടെ കഴിക്കാൻ പോവുക. കല്യാണം കഴിച്ചതിന് ശേഷവും നിങ്ങൾ ശ്രുതി എന്ന് പറയുന്ന ഒരാളുടെ പേരും കൊണ്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. അതായത് പിന്നെയും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ആ ഒരു മരിച്ചുപോയ മനുഷ്യനെ നിങ്ങൾ ഇനിയും അനാവശ്യമായിട്ട് നിങ്ങൾ വലിച്ചിടും. നോക്കിക്കോ, ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. രേണുവിൻ്റെ അന്തം ഫാൻസിൻ്റെ അടുത്താണ് പറയുന്നത്. കാര്യം രേണുവിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു വ്യക്തി വേണം, അതായത് ആ മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ വേണം. എങ്കിൽ മാത്രമേ ഇവർക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുറച്ച് നാളുകൾ അത്യാവശ്യം മാക്സിമം കാശ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മേ ബി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുമായിരിക്കാം. പിന്നെ ശ്രുതി എന്ന് പറയുന്ന ഒരാളെ മേ ബി വലിച്ചിടത്തിലായിരിക്കാം. എന്തായാലും കാണാം, കണ്ടറിയാം. ഒരു വീടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീട് വരും. ഓക്കെ, അതായത് പുതിയ വീട് വെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം രേണുവിൻ്റെ മറുപടിയാണത്. ഇപ്പം നിലവിലൊരു വീടുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീടിനെ പറ്റി ആലോചിക്കാമെന്ന്. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു പറഞ്ഞത്. ഞാൻ വല്ല വാടക വീട്ടിലോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുവാണ്. ഇങ്ങനെ നമ്മൾ ആരുടെയും വീട് മേടിക്കരുത്. അതായത് ദാനം ചെന്ന വീട്ടിനെ വരെ കുറ്റം പറഞ്ഞ് ആ വീടിന് പ്രശ്നങ്ങളുണ്ട്, വീട് പണിഞ്ഞ് തന്ന ആൾക്കാരെയും ചീത്ത വിളിച്ച്, വസ്തു കൊടുത്ത ആ പാവപ്പെട്ട അച്ഛനെയും തെറി പറഞ്ഞ് എന്തെല്ലാം വിവാദം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവരെ അന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ഡയലോഗാണ്, ഞാൻ അങ്ങ് വാടക വീട്ടിലോട്ട് മാറാൻ പോവാണ്, ഞാൻ എല്ലാം പറ്റുവാണെങ്കിൽ പുതിയൊരു വീട് വെക്കുമെന്നൊക്കെ. ഇപ്പം നൈസായിട്ട് ആ ഒരു വീടുണ്ടല്ലോ, ഇനി എന്തിനാ വേറെ വീട് എന്നൊക്കെയുള്ള രീതിയിലോട്ടൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് യാതൊരു നിലപാടും ഇല്ല. പിന്നെ അതേ കണക്ക് തീർന്നിട്ടില്ല. ഇപ്പം നിലവിലൊരു സ്വിഫ്റ്റ് കാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കാറൊന്നും പോരാ, ഇനി വേറെ കാറൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇനി രേണുവിൻ്റെ ഡാൻസ് ഇവിടെ നമുക്കൊന്ന് കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. ഈ ഇനാഗുറേഷന് പോകുന്ന കുറേ ഫേമസ് നടിമാരുണ്ടല്ലോ, ഇവരെല്ലാവരും കാട്ടിയും കൂട്ടുന്ന ഇത് തന്നെ. എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആൾക്കാരെയൊക്കെ സ്റ്റേജിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുവാണ്. അതും കൊള്ളാമെങ്കിൽ വേണ്ടില്ല. എത്രത്തോളം വൾഗറായിട്ട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിക്കുകയും ചെയ്യും. കാര്യം പ്രത്യേകിച്ച് മീഡിയക്കാർ പല ആംഗിളിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നത്. ഇതിപ്പോൾ രേണുവിനെ മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ സ്വന്തമായിട്ട് ഈ പറയുന്ന ആൾക്കാരും കൂടെ ചിന്തിക്കണം. ഇപ്പോൾ രേണു ആയിക്കോട്ടെ, ബാക്കിയുള്ളവരായിക്കോട്ടെ, ആരൊക്കെ ചെയ്യുന്നു അവരെല്ലാവരും ഇത് സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വെറും വൃത്തികെട്ട പരിപാടിയാണ്. ഒരു ഇനാഗുറേഷന് വിളിക്കുക, സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളിക്കുക. എന്തിനിങ്ങനെ കളിക്കേണ്ട ആവശ്യം?
പണ്ടൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നും വലിയ ആക്റ്റീവ് ആവുന്നതിന് മുന്നേയൊക്കെ എത്രയോ വലിയ വലിയ സിനിമാ നടന്മാർ ഓരോരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം പോയി ഇതേ കണക്ക് ഡാൻസും ഇങ്ങനെയുള്ള പേക്കൂത്തുകളും കാണിച്ചുകൊണ്ടാണോ നടന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. ഇതിപ്പോൾ രേണു മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് നടിമാരുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ രേണുവിൻ്റെ വിശേഷങ്ങൾ. രേണു ഇപ്പോഴെങ്ങും മാറുന്ന ലക്ഷണമൊന്നുമില്ല. രേണുവിനെ പറ്റിയുള്ള കണ്ടന്റുകളും തീരുന്ന ചാൻസില്ല. കാര്യം രേണുവിന് അത്യാവശ്യം നല്ല റീച്ചുണ്ട്. ഇല്ലാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ. ഏതൊരു വിഷയം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഡബിൾ ഇരട്ടി വ്യൂസ് ആണ് രേണുവിൻ്റെ വിഷയം ഇട്ട് കഴിച്ചാൽ. കാര്യം അതുകൊണ്ടാണ് പകുതി ആൾക്കാർ രേണുവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് ഇവരായിട്ട് തന്നെ നല്ല രീതിയിലുള്ള കണ്ടന്റും ഉണ്ടാക്കി തരുന്നുണ്ടായി. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.